ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പൊ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാവും. ഇപ്പോൾ ലൈവിൽ ഒരു സംഭവം നടന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ചെയ്യേണ്ടി വന്നത്. ഈ അക്ബറെ, നീ എന്തോ വിഷമാടാ. വിഷം എന്ന് പറഞ്ഞാൽ വിഷം തോറ്റുപോകും. സംഭവം മറ്റൊന്നുമല്ല, ഇന്നലെ നമ്മൾ കണ്ടതാണ്. ബിൻസിയുടെ വിഷയവും മസ്താനിയുടെ വിഷയവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ബിൻസിയും മസ്താനിയും വഴക്കുണ്ടാക്കുന്നു, അവർ കോംപ്രമൈസ് ചെയ്യാൻ പോയി, അപ്പൊ അത് വഴക്കായിട്ട് മാറി. ഓക്കെ, അതിൽ ഞാൻ മസ്താനിയുടെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ. ബിൻസിയുടെ ഭാഗത്ത് നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം മറ്റൊന്നുമല്ല, അവിടെ ബിൻസിയെ ഓട്ടോയിലാണല്ലോ നീ എവിക്റ്റ് ആയത് എന്ന് പറഞ്ഞു. നീ ചാച്ചന്റെ ഓട്ടോയിലല്ലേ നീ എവിക്റ്റ് ആയതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവൾ തന്തയ്ക്കും വിളിച്ചു. ഈ പറഞ്ഞ ബിൻസി ആണെങ്കിൽ എനിക്ക് പറയാൻ ഒരു തന്ത ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അത് മസ്താനിക്ക് തന്തയില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ മസ്താനി അതിനുശേഷം അവിടെ ഒന്നും മിണ്ടിയില്ല. മിണ്ടായിരുന്നത് തന്നെ നന്നായി. എന്താന്ന് വെച്ചാൽ ബിൻസിയുടെ നാക്കി വായി കയറി ഇറങ്ങാൻ പറ്റത്തില്ല. ഈ 24x7 കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ ഈ ബിൻസിയുടെ വായിൽ കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടാസ്ക് ആണത്. ആ വായിക്കകത്ത് കയറി ഇറങ്ങാൻ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ എന്തോ വലിയ സംഭവമാണ്. കപ്പടിച്ചത് ബിൻസി ആണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. എന്ന് വെച്ചാൽ ഫൈനൽ 5-ലുള്ളത് ബിൻസി ആണെന്നൊക്കെ തോന്നിപ്പോകും. എന്തോ അഹങ്കാരമാണ്. അതിരിക്കട്ടെ, അപ്പാനിയോ അതിന്റെ മേളിലൊരു അഹങ്കാരി. ഇതുപോലൊരു അഹങ്കാരിയെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ അക്ബർ കൊടും വിഷം. ഇപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം, അവിടെ മസ്താനിയും അപ്പാനിയും തമ്മിൽ ചെറിയ വിഷയം ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. എവിക്റ്റ് ആയി പോയ സമയത്ത് മസ്താനി ആണെങ്കിൽ അപ്പാനി എവിക്റ്റ് ആയി പോയപ്പോൾ കാരണം കൈയടിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ഡയലോഗ് അടിക്കുകയും എല്ലാം ചെയ്തു. അതാണെങ്കിൽ അപ്പാനിക്ക് നല്ലതുപോലെ കൊണ്ടു. അതിനുശേഷം രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ആര്യൻ മസ്താനിക്ക് ഇന്റർവ്യൂ കൊടുത്തു. ആ ഒരു പുലികളിലൂടെയാണല്ലോ ഈ പറയുന്ന അപ്പാനി വെളിയിലേക്ക് പോയത്. എന്തായാലും ബിഗ് ബോസ് 8ന്റെ പണിയാണ് ആ കൊടുത്തത്. ആ ഒരു ഇത് വെച്ചിട്ട്, ആ പുലികളിയുടെ ആ ഒരു മുഖം മൂടി വെച്ചിട്ടാണ് ഇന്റർവ്യൂ ചെയ്തത്, ഇന്റർവ്യൂവിന്റെ സ്റ്റാർട്ടിങ്ങിൽ. അപ്പം അത് വലിയൊരു സംഭവമൊന്നുമല്ല. എന്താന്ന് വെച്ചാൽ ഇതേ സംഭവം തന്നെ മസ്താനി ഔട്ടായപ്പോൾ ആര്യൻ ചെയ്തിരുന്നു. ഓക്കെ, ഇതും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പാനിക്ക്. അപ്പൊ ഈ മസ്താനിയെയും അക്ബറിനെയും കൂടെ മിണ്ടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ പ്രവീൺ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോൾ ശ്രമിച്ചു. അപ്പോഴൊക്കെ അപ്പാനി പറഞ്ഞത്, എനിക്ക് സംസാരിക്കാനൊന്നുമില്ല, എനിക്കാണെങ്കിൽ എന്നെ വേണമെങ്കിൽ വീട്ടിലൊക്കെ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു, എന്റെ ഫോൺ നമ്പർ വേണമെങ്കിൽ എടുത്ത് തന്നെ വിളിക്കാമായിരുന്നു, വിളിച്ച് വേണേൽ സോൾവ് ആക്കാമായിരുന്നു, അല്ലെങ്കിൽ എന്റെ മീഡിയക്കാർക്കെല്ലാം എന്റെ വീട് അറിയാം, ഞാനൊരു സെലിബ്രിറ്റി അല്ലേ, അപ്പൊ പിന്നെ എന്റെ വീട് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ സിനിമാ നടനാണല്ലോ, അപ്പൊ സിനിമാ നടന്റെ വീട് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് വീട്ടിലേക്ക് വന്നാലും എനിക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ അവന്റെ ജാടയ്ക്കും വേലയ്ക്കും ഒരു കുറവും ഇല്ല. അവൻ എന്തോ സംഭവമാണ് ഇപ്പൊ നടക്കുന്നത്. സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഇവന് എവിടെ ഏതെങ്കിലും സിനിമയിൽ പോയി വാലും തലയും അഭിനയിച്ചിട്ട് വന്നിട്ട് ഞാൻ വലിയ സ്റ്റാറാന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം പറയുന്നുണ്ട്, മസ്താനിയോട് ഞാൻ മിണ്ടത്തില്ല, മസ്താനി എന്നോട് കാണിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തൊക്കെ പറയുന്നു. അല്ല, നീയൊക്കെ അനുമോളോട് ചെയ്തപ്പോ അപ്പൊ അനുമോൾക്ക് എത്രമാത്രം എഫക്ട് ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. ഇപ്പോഴും അവിടെ ഇരുന്നുകൊണ്ട് അനുമോളുടെ കുറ്റം പറയുന്നത്, എനിക്ക് അനുമോളുടെ വാശിയാണ്, വൈരാഗ്യമാണ്, എന്നിട്ടും ഞാൻ മിണ്ടുന്നുണ്ടല്ലോ, കളിക്കുന്നുണ്ടല്ലോ, ചിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ മസ്താനിയോട് ഞാനത് ചെയ്യത്തില്ല എന്ന് പറയുന്നു. ആ സമയത്താണ് ആര്യൻ അവിടെ വരുന്നതും, നിങ്ങൾക്ക് ഈ പ്രശ്നം സോൾവ് ആക്കി കൂടെ, മസ്താനിയുമായിട്ട് സംസാരിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ ഏകദേശം സംസാരിച്ച് എല്ലാവരും ലെവലാക്കി വെച്ചിരിക്കുമായിരുന്നു. അപ്പാനിയെ കൊണ്ട് മസ്താനിയും കൂടെ ഒന്ന് സംസാരിച്ച് റെഡിയാക്കാമെന്ന്. ആ പറയുന്ന ആര്യനും സംസാരിച്ചപ്പോൾ അപ്പാനിയും ഒന്ന് വില്ലിങ് ആയി വന്നപ്പോഴത്തേക്ക് ഈ അക്ബർ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു കോംപ്രമൈസിന് ശ്രമിക്കാതെ അക്ബർ വിഷത്തിന്റെ മേളിൽ വിഷമിട്ട് കൊടുക്കുകയാണ്. അത് അവനോട് ചെയ്ത് ഭയങ്കര കഷ്ടമായി. ഇത് അക്ബർ വെളിയിൽ വന്ന് കണ്ടോ എന്താ സംഭവിച്ചതെന്നുള്ളത്. അവൻ പറയുന്നത് വെച്ചിട്ട് അവന് ഫീലായി, അവന് ഫാമിലിയെ ബാധിച്ചു, അല്ലെങ്കിൽ അവന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഒരിക്കലും അങ്ങനൊന്നും പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അപ്പാനിക്ക് വേണ്ടി അക്ബർ സംസാരിക്കുന്നു. ഒരു കാരണവശാലും ഇത് സോൾവ് ആകാൻ പാടില്ല എന്നുള്ളത്. ഇവൻ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവൻ ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആരുടെയൊക്കെ കൃപ കൊണ്ട്, അല്ലെങ്കിൽ അവിടെ ഉള്ളവരുടെയൊക്കെ കൈത്താങ് കൊണ്ട് ഇവൻ അവിടെ നിന്ന് പോകുന്നു എന്നുള്ളതല്ലോ. അല്ലെങ്കിൽ എപ്പോഴേ ഔട്ടായി പോകേണ്ടതാണ് ഈ അക്ബർ. അവിടെ ആര്യനോട് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് പറയാണ്, ആര്യൻ മസ്താനിക്ക് ഇന്റർവ്യൂ കൊടുത്തത്. നമ്മളെല്ലാം നേരത്തെ പറഞ്ഞല്ലോ, ആ ഇന്റർവ്യൂ നിങ്ങൾ എല്ലാവരും കണ്ടും കാണും. ആര്യൻ ഇന്റർവ്യൂ കൊടുത്തത് ശരിയായില്ല. നമ്മളൊക്കെ ഒരു ഇതായിട്ട് നിൽക്കുമ്പോൾ ആര്യൻ ഇന്റർവ്യൂ കൊടുത്തത് ശരിയായില്ലെന്ന്. ആര്യൻ ഇന്റർവ്യൂ ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കണ്ട, എങ്ങനെ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആര്യനല്ലേ? ഇവരാണോ? ഈ സിനിമാ നടനാണോ? അല്ലെങ്കിൽ അപ്പുറത്തേക്കുന്ന വിഷമാണോ? ആര്യന്റേതായ അഭിപ്രായമില്ലേ? ആര്യനാണ് തീരുമാനിക്കുന്നത് ആർക്കാണ് ഞാൻ ഇന്റർവ്യൂ കൊടുക്കേണ്ടത്, അത് ഏത് രീതിയിൽ കൊടുക്കണം. ഓക്കെ, അപ്പാനിക്കും കൊടുക്കാമല്ലോ. അപ്പാനിക്കും ഒരു ഇന്റർവ്യൂവിനെ വിളിച്ചാൽ കിട്ടത്തില്ലേ? അപ്പൊ അപ്പാനിക്കും അവർക്കെതിരെ കൊടുക്കാമല്ലോ. അപ്പാനിക്ക് വേണമെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കാം, ആർക്ക് വേണമെങ്കിലും. അത് ഏത് രീതിയിൽ വേണം തീരുമാനിക്കുന്നത് അപ്പാനിയാണ്. ഓക്കെ, അപ്പൊ ആര്യനെ വിളിച്ചിരുത്തിട്ട്, നീ അങ്ങനെ മസ്താനിക്ക് ഇന്റർവ്യൂ കൊടുത്തത് ശരിയായില്ല, മസ്താനി എന്നെ വെച്ച് അങ്ങ് ആക്കുകയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് അത് എനിക്ക് ഇൻസൾട്ട് ആയി എന്നൊക്കെ ഈ പറയുന്ന ഇവരെല്ലാരും കൂടി ഒരു പെണ്ണിനെ ഇപ്പോഴും ഇട്ട് ആ വീട്ടിനകത്ത് ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പെണ്ണെന്തോ അവിടെ വലിയൊരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ അനുമോളുടെ കാര്യമാണ്. ഈ വന്നവരെല്ലാവരും ഭൂരിഭാഗം പേരും കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അനുമോളെയാണ്.
അനുമോളെ അപ്പൊ ഇങ്ങനെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒന്നും ഇവർക്ക് വിഷയമല്ല. ഇവർക്കെതിരെ ആരെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്ത് അവർ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ അത് ഭയങ്കര വിഷയം. പക്ഷെ അനുമോളെ ആർക്കും എന്തും പറയാം എന്ന് വെച്ചാൽ അനുമോളാണല്ലോ വിഷയക്കാരി. അനുമോൾ ഇന്നലെയും പറയുന്നുണ്ടായിരുന്നല്ലോ, ആ വീട്ടിൽ നടന്ന കാര്യങ്ങളല്ലാതെ വെളിയിലുള്ള ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല, അതും എന്റെ കണ്ണുകൊണ്ട് കണ്ടത്, ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ശരി എന്ന് തോന്നിയത്. അതിൽ ഇവരെന്തിനാണ് ഇവരെന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇവർക്ക് നെഗറ്റീവ് വെളിയിലുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റ് കാണും. ഇപ്പൊ എനിക്ക് അതുപോലെ തന്നെ അനുമോള് പറയുന്നുണ്ട്, എനിക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് കാണും. അത് ഇത്ര പേടിക്കേണ്ട ആവശ്യം എന്താണ്? ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ത്യജിച്ചേ വരാൻ പറ്റത്തുള്ളൂ എന്ന് കൃത്യമായിട്ട് അവിടെ അനുമോള് പറയുന്നുമുണ്ട്. അപ്പൊ മസ്താനിയുടെ വിഷയം എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മസ്താനിയും പറയുന്നത്. എന്താ വെച്ചാൽ ഈ പ്ലാറ്റ്ഫോമിനകത്തിരുന്ന് തന്നെ. അപ്പോൾ ഈ അപ്പാനി പറയുന്ന കാര്യം എന്താണ്? ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് മസ്താനി ഇവിടെ വെച്ചിട്ട് മസ്താനിയെ വെള്ളപൂശാൻ വേണ്ടിയാണ് മസ്താനി ഇവിടെ വെച്ചിട്ട് അത് കോംപ്രമൈസ് ചെയ്യാൻ നോക്കുന്നതെന്ന്. അപ്പോൾ ഈ അപ്പാനി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ ബിൻസി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ ശൈത്യം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇവരും അകത്ത് വന്ന് വെള്ളപൂശിക്കൊണ്ടിരിക്കുമല്ലായിരുന്നോ? അതൊക്കെ ഇപ്പൊ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് കർമ്മ തിരിച്ച് ശരിക്കും കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പോയതിനേക്കാൾ വലിയ നെഗറ്റീവാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ അടിപൊളിയായിട്ട് നെഗറ്റീവ് ആയിട്ടുണ്ട്. എന്തായാലും ശരിക്കും കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ ഇവര് വെള്ളപൂശാനാണല്ലോ അവിടെ വന്നത്. ഇവരെ അപ്പാനി പറയുന്നത്, ഓ മസ്താനി എന്നെ ഇവിടെ വെച്ച് മസ്താനിയെ വെള്ളപൂശാൻ വന്നതാണ്. എടോ മസ്താനിക്ക് ഒരു നെഗറ്റീവും ഇല്ല. മസ്താനിക്ക് നെഗറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ നിങ്ങളുടെ എല്ലാം സ്വഭാവം ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നമുക്കിനി മസ്താനിയെ തെറ്റ് പറയാൻ പറ്റത്തില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കേട്ടോ. മസ്താനിയുടെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇവര് ആ വീട്ടിനകത്ത് പോയതിനു ശേഷം കാട്ടിക്കൂട്ടിയതിനൊക്കെ ശരിക്കും കിട്ടിയിട്ടുണ്ട്. മസ്താനി ആ കാര്യമൊക്കെ വെച്ച് നോക്കിയാൽ ഡീസന്റ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഓക്കെ, മസ്താനി ഇവരും തമ്മിൽ അന്തരമുണ്ട്, ശരിക്കും അന്തരമുണ്ട്. മസ്താനിക്ക് പിന്നെയും ബോധം വെച്ചു, വിവരം വെച്ചു എന്നേ പറയത്തുള്ളൂ. വിവരവും ബോധവും നഷ്ടപ്പെട്ട് വെളിയിൽ പോയി പിന്നെയും വിവരവും ബോധവും നഷ്ടപ്പെട്ട് അകത്ത് കയറിയിരിക്കുന്നവരാണ് ഇപ്പൊ അവിടുന്ന് ഡയലോഗ് അടിക്കുന്നത്. മസ്താനിയുടെ നെഗറ്റീവിനെ ഞാൻ മാറ്റി വയ്ക്കുന്നില്ല. ആദ്യമൊക്കെ നെഗറ്റീവ് ഉണ്ടായിരുന്നു, ഇറങ്ങിപ്പോയപ്പം അങ്ങനെ ചെയ്തപ്പോൾ നമ്മളും പറഞ്ഞിരുന്നു മസ്താനി ചെയ്തത് ശരിയായില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ മസ്താനിയേക്കാൾ ഡബിൾ നെഗറ്റീവുമായിട്ടാണ് ഈ കയറിയവരൊക്കെ ഇറങ്ങുന്നത്. മസ്താനി ഡീസന്റ് ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അത് പറഞ്ഞാൽ മസ്താനിക്കാണ് ഈ കാര്യത്തിൽ എന്റെ സപ്പോർട്ട്. മസ്താനി അവിടെ വെള്ളപൂശാൻ വന്നതാണെങ്കിൽ ഇവരും അവിടെ വെള്ളപൂശാനല്ലേ വന്നത്. വന്ന ഉടനെ അനുമോളെ കോർണർ ചെയ്യുന്നു, അനുമോളെ നെഗറ്റീവ് പറയുന്നു, അനുമോളെ മറ്റുള്ളവരിലേക്ക് ഇട്ടുകൊടുക്കുന്നു, വെളിയിലേക്ക് അനുമോളുടെ നെഗറ്റീവ് വരാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഇതൊക്കെ ചെയ്ത ഇവരൊക്കെ നല്ലവര്. ഇവരൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അക്ബർ ആണെങ്കിൽ അവിടെ ഇരുന്നോണ്ട് വിഷം എത്രമാത്രം കുത്താമോ അത്രമാത്രം കുത്തുന്നുണ്ട്. ഇതിങ്ങനെ കുത്തി കുത്തിയാണ് ഇവിടെ കൂടെ ഇരുന്നവരെല്ലാം അക്ബർ പുറത്താക്കിയത്. ഓക്കെ, ഇപ്പോഴും ഇവരുടെ ഒന്നും സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ അകത്തോട്ട് പോയ കുറച്ച് പേരുണ്ടല്ലോ, നിങ്ങൾക്കറിയാം, പ്രത്യേകം പേർന്ന് എടുത്ത് പറയണ്ട, ഇവർക്കൊന്നും ബോധം വെച്ചിട്ടില്ല. അതിനകത്ത് ബോധത്തോടെ വന്ന കുറച്ച് പേരേ ഉള്ളൂ. ഈ വെളിയിൽ നിന്ന് പോയ ഈ വിഷങ്ങളെല്ലാം കൂടെ ചേർന്ന് അവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് നമ്മൾ കാണുന്നതല്ലേ. വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോളെ കുറിച്ചാണ്. അനുമോളുടെ നെഗറ്റീവ് മാത്രമാണ് വെളിയിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. അക്ബറിന് ഒരു കപ്പ് വാങ്ങിച്ചു കൊടുക്കണമല്ലോ. പണ്ട് പേർലി മാണിയോട് ചെയ്തതുപോലെ മുൻ കണ്ടസ്റ്റൻസ് എല്ലാം വെളിയിൽ ഇറങ്ങിയിട്ട് പേർലി മാണിക്കെതിരെ വീഡിയോ ചെയ്തൊക്കെ ഇറക്കുമായിരുന്നു. പേർലി മാണി അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട്. അതുപോലെ അകത്ത് കയറിയിട്ട് അക്ബറിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുന്നു. മനസ്സിലായില്ലേ? അനുമോളുടെ നെഗറ്റീവ് കാണിക്കാൻ പറ്റും. പക്ഷെ നെഗറ്റീവ് അല്ല, അനുമോളെ നെഗറ്റീവ് ആക്കും തോറും അനുമോൾ പോസിറ്റീവായി കൊണ്ടാണ് ഇരിക്കുന്നത്. നല്ലൊരു ശതമാനം വോട്ട് കയറുന്നുമുണ്ട്. എന്ന് വെച്ചാൽ പ്രേക്ഷകർക്കെല്ലാം മനസ്സിലായി ഇവരുടെയൊക്കെ തനി സ്വഭാവം. വളഞ്ഞിട്ട് 3 ദിവസമായിട്ട് ഒരു പെണ്ണിനെ തലകും വിലങ്ങും ആക്രമിക്കുകയാണ്. ആ ആക്രമണം ഒന്നും ഒരു മനുഷ്യനും കണ്ടുകൊണ്ട് നിൽക്കത്തില്ല. അനുമോൾ ചെയ്ത തെറ്റെന്താണ്? ആ വീട്ടിൽ കണ്ടത് പറഞ്ഞതോ? നേരെ വാ നേരെ പോന്ന് നിന്നതോ? ഇവർ ഈ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾ ഈ ജനങ്ങളെല്ലാരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അപ്പാനി എന്തോ ഒരു വലിയ സ്റ്റാർ ആയിപ്പോയി. ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് ഇപ്പോഴും ആ 25 സിനിമയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ 25ന്റെ സിനിമ കൂടിയിട്ട് ഇപ്പൊ 30 സിനിമയായി കാണും. എവിടെയെങ്കിലും പോയി വാലും തലയൊക്കെ കാണിച്ചിട്ട് പിന്നെ അതൊരു ഞാനൊരു സ്റ്റാർ ആണല്ലോ, ഞാനൊരു ഫിലിം സ്റ്റാർ ആണല്ലോ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും നടപ്പ്. ആജ്ഞാപനം എന്നുവെച്ചാൽ ഇവരുടെ ഒന്നും ഒരു ദിവസം ആദ്യം വന്ന സമയത്ത് നല്ലൊരു ഡീസന്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഇവൻ ഡീസന്റ് ആയെന്ന്. എവിടാ, ഇവന്റെ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും വരുത്തില്ല. പഠിച്ചതല്ലേ പാടൂ. അതുപോലെ തന്നെ അക്ബറിന്റെ കൂടെ ചേർന്നു, എല്ലാം പിന്നെയും പഴയതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. പക്ഷെ ജിസേല് മാറി നടക്കുന്നുണ്ട്. എന്തായാലും ആര്യൻ അവിടെ പോയി പെട്ടുപോയതാ സത്യത്തില്, ഇത് കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആര്യനെ ഇട്ട് ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് ഇട്ട്. പക്ഷെ അപ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്റർവ്യൂ കൊടുത്തതിന് എന്താണ് കുഴപ്പമെന്ന്. പക്ഷെ ആര്യൻ ഇന്റർവ്യൂ കൊടുക്കേണ്ടത് ഇവരോടൊക്കെ ചോദിച്ചിട്ടായിരിക്കണം ഇനി ഇന്റർവ്യൂ കൊടുക്കണം എന്നായിരിക്കും ഇവർ പറയുന്നത്. പക്ഷെ ഇവരെന്തോ വലിയ ബോണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ. ഇപ്പോഴും മനസ്സിലാക്കാത്തവന്മാരാണ് ഇവന്മാര്. എടാ അക്ബർ ഒരുത്തൻ കാരണമാണ് നീ എല്ലാം വെളിയിൽ പോയത്. അത് സത്യമായ കാര്യമാ, ജനങ്ങളെല്ലാം കണ്ട കാര്യമാ. പിന്നെ നിങ്ങൾ ഈ ബിൻസിയുടെ കാര്യവും അപ്പാനിയുടെ കാര്യവും ഇതെല്ലാം അപ്പാനിയും ബിൻസിയും ഒക്കെ ഇത് വെളുപ്പിക്കാൻ പോയി ഇപ്പൊ പാണ്ടായേ, വലിയൊരു പാണ്ടായിട്ടാണല്ലോ ഇപ്പൊ ഇറങ്ങുന്നത്. അപ്പം ഇതെല്ലാം കർമ്മ എന്ന് പറയും. ദൈവം ഒരുത്തൻ വെളിയിൽ കണ്ടോണ്ടിരിപ്പുണ്ട്. നിങ്ങൾ ഇറങ്ങിയതിനേക്കാൾ
അവിടെ ഗെയിം കളിച്ച് ഇറങ്ങിയതിനേക്കാൾ ഇപ്പോൾ നെഗറ്റീവായിട്ടാണ് ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.